കല്ലും മുള്ളും കാലുക്കും എത്താണ്. അതായത് അയ്യപ്പ ഭക്തി നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ കല്ലും മുള്ളും, സാധാരണ കല്ലും മുള്ളും ചവിട്ടിയ കാല് കീറും. ഇത് പ്രശ്നമല്ല, അത് കാലിന് മെത്തയായി മാറും. അതാണ് അയ്യപ്പനുള്ള വിശ്വാസം. അപ്പൊ കല്ലും മുള്ളും കാലുക്കും എത്ത എന്നാണ്. പിണറായി വിജയന് എഴുതി കൊടുത്ത ആൾക്ക് പറ്റിയതാണോ, പുള്ളി വായിച്ചപ്പോ പറ്റിയാണെന്ന് അറിയില്ല. പുള്ളി വായിച്ചപ്പോ പറഞ്ഞു കല്ലും മുള്ളും കാലിക്കുത്താന്ന്. ഞാൻ ചോദിച്ചു അത് ഏത് കുത്തയാണ്, അത് ഏത് കുത്തയാണെന്ന് ചോദിച്ചു. എഴുതി കൊടുത്തവനും അറിയില്ല, വായിച്ച ആൾക്കും അറിയില്ല. അയ്യപ്പ ഭക്തി കൊണ്ട് പറയാണ് ഇത്. എന്നിട്ട് പറയാണ് പോവാണ്. ഏത് പാസ്പോർട്ടൊക്കെ കിട്ടിയിരിക്കുകയാണ്, പോവാണ് പരിപാടി ഇവിടുന്ന്. അപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ. ഏത് 10 കൊല്ലം 9.5 കൊല്ലമായിട്ട് അവിടുത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വികസന പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായത് വനഭൂമി കിട്ടില്ല. വനഭൂമി വാങ്ങിക്കുക എന്നുള്ളത് സങ്കീർണമായൊരു പ്രക്രിയയാണ്. മുഴുവൻ നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി 112 ഹെക്ടർ സ്ഥലം വനഭൂമി വാങ്ങിച്ചു. ഏകദേശം 300 ഏക്കറിൽ താഴെ വനഭൂമി മേടിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. അത്രയും ഭൂമി നമ്മൾ വേറെ കൊടുക്കണം വനം വകുപ്പിന്. ഇടുക്കി ജില്ലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ അക്വയർ ചെയ്ത് ഈ 112 ഹെക്ടർ സ്ഥലം വനം വകുപ്പിന് കൊടുത്തു. 300 ഏക്കറോളം ഭൂമി സ്വന്തമായി. സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരംഭിച്ചു. അപ്പോഴേക്ക് ആ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞു. കഴിഞ്ഞ 9.5 കൊല്ലമായി ഒരു വികസന പ്രവർത്തനവും അവിടെ നടത്തിയിട്ടില്ല.